ഇപ്പം ബിപിനും രാഹുൽ കല്യാണും അനുക്കുട്ടനും പിന്നെ പ്രോജക്ട് ഡിസൈനറാണ് അദ്ദേഹം. അതിനുശേഷം നമ്മൾ ഓരോ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പേര് ജഡായു എന്നായിരുന്നു ആദ്യം. അതിനുശേഷം മുന്നോട്ട് പോയി വരുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഈ സമയത്ത് ഒരു ദിവസം രാഹുൽ കുറേ കാലമായിട്ട് ഈ സിനിമയിൽ ഗോസ്റ്റ് റൈറ്ററൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളുടെ പേര് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഈ സിനിമയിലാണ് അവൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂവിയും നിൽക്കും അങ്ങനെ നിന്ന സിറ്റുവേഷനിൽ ഒരു ദിവസം ഇവൻ നിന്റെ ശുക്രന്റെ സമയമാണല്ലോ എന്ന് അവൻ്റെ അച്ഛൻ അമ്മ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവന് ആ സമയത്ത് വന്ന ഒരു പേരാണ് അത്. ബിബിയെ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഈ സിനിമ ഭയങ്കര സ്മൂത്തായിട്ടാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പേരുണ്ടായത്. അതാണ് എന്താണ് നമുക്ക് അറിയണ്ടായിരുന്നത് അത്ര ചിരിക്കുന്നത് അല്ല, പേര് കേട്ടിട്ട് എന്ന് വെച്ചാൽ പേര് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കറി അഡ്ജസ്റ്റ് ചെയ്ത് സമയത്ത് ഈ ജഡായുവിന് ഈ പറഞ്ഞ ചിറകരിഞ്ഞ് വീണ ഒരു പക്ഷിയുടെ പേരും കൂടിയാണല്ലോ. അതും കൂടി നമ്മൾ അത് കണക്കൂട്ടിയിട്ടാണ് അത് മാറ്റിയത്. പക്ഷെ ജഡായു ഉണ്ട് കേട്ടോ നമ്മുടെ സിനിമയിൽ. ജഡായു ലോറിയായിട്ട് അവന് ഒരു അത് ശരിക്കും ജഡായു എന്നുള്ള നെയിം നമ്മുടെ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ പോയി. ലോറിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്, ഒരു ത്രൂ ഔട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് ആ ജഡായു ഇപ്പോഴും ആ ലോറി ഓടുന്നുണ്ട്, ആ പേര് മാറ്റാതെ തന്നെ. കൂട്ടത്തില് ശുക്രൻ എന്നുള്ള ഒരു പേരിട്ടൊരു വണ്ടിയും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഇതില്. ശുക്രൻ അടിച്ചൊരു വണ്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സീൻ എടുക്കാൻ വേണ്ടി വന്ന വണ്ടി പോകുന്ന വഴിക്ക് ലൈറ്റായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. ആ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വണ്ടിക്കാർ ഫുൾ പേ ചെയ്ത് ആ വണ്ടി ഇത് ചെയ്ത് കൊടുത്തു, എന്താ പറയുന്നത്, റിപ്പയർ ചെയ്ത് കൊടുത്തു. എന്നുവെച്ചാൽ അയാളെ സംബന്ധിച്ച് ചെറിയൊരു ഇതേ സംഭവിച്ചുള്ളൂ, പക്ഷെ ഫുൾ ടെസ്റ്റിനൊക്കെ ചെയ്ത് ഫണ്ട് ചെയ്ത് കൊടുത്തു. അയാൾ ശുക്രൻ പേരിട്ട് ഇപ്പോഴും ഓടിക്കുന്നുണ്ട് ആ വണ്ടി. പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ 2 തവണ ലോട്ടറി അടിച്ച് ഞങ്ങളുടെ ക്രൂവില്. ഫസ്റ്റ് ഡേ ഇത് തന്നെ മാർക്കറ്റിംഗ് തന്ത്രം നോക്കിയാലോ. പടം കണ്ടു കഴിഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് ലോട്ടറി ഫസ്റ്റ് ഡേ ലോട്ടറി അടിച്ചു. പ്രൊഡക്ഷനിലെ ചേട്ടന് 10 lakh അടിച്ചത്. ഒരാൾ അതിനെ തിരസ്കരിച്ചു ശുക്രൻ കാണാതെ. അവനൊരു മോശം വാർത്ത വന്നു. ജഡായി എന്താ പറയുക, ഞാൻ എന്റെ മേജർ ലീസ് ഫീനിക്സ് ആയിരുന്നു. പക്ഷി സ്റ്റാർ ആക്കിയാണ് ത്രില്ലർ സ്റ്റാർ. ഫീനിക്സ്, ജഡായു, കിഴക്കൂടൊരു പക്ഷി.